Hi all, welcome back to Electrical Exam Study Hub. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്ന സബ് എഞ്ചിനീയറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലേ. അപ്പോൾ ഇത് പ്രീവിയസ് ഇയറിൽ, അതായത് 2013 നടന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ടൈം എക്സാം നടന്നിട്ടുള്ളത് 2013 അതായത് കാറ്റഗറി നമ്പർ 486/2011 എന്നതിലാണ് അത് നടന്നിട്ടുള്ളത്. അതായത് ആ ടൈമിൽ നമ്മുടെ KICB സബ് എഞ്ചിനീയറും തൃശ്ശൂർ കോർപ്പറേഷനും കൂടി ഒരുമിച്ചിട്ടാണ് ആ ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വിളിച്ചിട്ടുള്ളത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു സിലബസ് എന്തൊക്കെയാണ് ആ സിലബസിനകത്ത് ഉണ്ടായിട്ടുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. അപ്പോൾ പാർട്ട് 1 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആണ്, അതായത് നമ്മുടെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്, അതായത് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്. നമുക്കറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക് കറൻറ്റ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. റെസിസ്റ്റൻസിൽ നമുക്കറിയാം, നമ്മൾ പഠിക്കുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ കണ്ടക്റ്റൻസ് എന്താണ്, കണ്ടക്ടിവിറ്റി, അതുപോലെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, പോസിറ്റീവ് ടെമ്പറേച്ചർ ആണോ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാറില്ലേ. ആ ഒരു കണ്ടന്റ് ആണ് ആ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത്. പിന്നെ DC സർക്യൂട്ട്സിൽ ഓംസ് ലോ, സീരീസ് പാരലൽ സർക്യൂട്ട്സ് വന്നിട്ടുണ്ട്. പിന്നെ നെറ്റ്വർക്ക് തിയറം റിലേറ്റഡ് ആയിട്ടുള്ള ലോസുകൾ, അതായത് നമ്മൾ നെറ്റ്വർക്ക് തിയറത്തിൽ പഠിക്കുന്ന ക്രിച്ചോഫ്സ് ലോ, ചെറിയ പ്രോബ്ലംസുകളൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, അതുപോലെ സൂപ്പർ പൊസിഷൻ തിയറം, തെവിനിൻസ് തിയറം, നോർട്ടോൺസ് തിയറം, പിന്നെ ഇലക്ട്രിക്കൽ പവർ ആൻഡ് എനർജി, DC സർക്യൂട്ടും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സുകളും വരുന്നുണ്ട്. പിന്നെ അടുത്തത് നോക്കിയാൽ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ കറൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജൂൾസ് ലോ. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് എന്ന ടോപ്പിക്കിനകത്ത് കവർ ചെയ്ത് പോകുന്നത്. പിന്നെ അതിനകത്ത് തന്നെ നോക്കിയാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം, അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണ്, അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്, ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, നമ്മൾ കൊളൂംസ് ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നില്ല, അതൊക്കെ അതിന് അണ്ടറിൽ വരുന്നതാണ്. പിന്നെ കുറച്ച് ടെർമിനോളജീസ്, അതായത് ഇലക്ട്രിക്കൽ ഫീൽഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഫീൽഡ് സ്ട്രെങ്ത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഓൺ എ ചാർജ് സ്പിയറിനകത്ത് വരുന്നത് എങ്ങനെയാണ്, ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, അതുപോലുള്ള ടോപ്പിക്സ് വരുന്നു. കപ്പാസിറ്റർ, അതായത് കപ്പാസിറ്റർ സീരീസ് ആകുമ്പോഴുള്ളത്, പാരലൽ ആയിട്ടുള്ളത്. പിന്നെ ഐസൊലേറ്റഡ് സ്പിയറിൽ വരുന്ന കപ്പാസിറ്റൻസ് ഓഫ് എൻ ഐസൊലേറ്റഡ് സ്പിയർ, സ്പെരിക്കൽ കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, വേരിയബിൾ ടൈപ്പ് കപ്പാസിറ്റേഴ്സ് എന്നൊക്കെ വരുന്ന ടോപ്പിക്കുകൾ വരുന്നുണ്ട്. പിന്നെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ, അതായത് സെൽസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, അത് റിലേറ്റഡ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ, ലെഡ് ആസിഡ്സ്, ആൽക്കലൈൻ സെൽ, അതായത് പ്രൈമറി സെൽ, സെക്കൻഡറി സെൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ ചാർജിങ് മെത്തേഡ്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോളിസിസ്, അതുപോലെ എന്താ പറയുക, ഗാൽവനൈസേഷൻ ആൻഡ് അനോഡൈസിങ്, എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്ക് ആൻഡ് അലുമിനിയം എന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഏരിയയിൽ കവർ ചെയ്ത് പോകുന്നത്. അതൊക്കെ തിയറി പോർഷൻസ് ആയിരിക്കും കേട്ടോ കൂടുതലായിട്ടും. പിന്നെ വരുന്നത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, നമ്മുടെ മാഗ്നറ്റൈസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലക്സ് എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലേഷൻ ബിറ്റ്വീൻ ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്, BH കർവ്, മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട്. പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് കാണാൻ പറ്റുന്നില്ലേ, MMF എന്താണ്, റിലക്റ്റൻസ്, ആംപിയർ, പെർമിയൻസ്, ഒക്കെ തിയറി പോർഷൻസ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF, ഇതെല്ലാത്തിനും നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്, മാഗ്നറ്റിക് സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ഇതിൽ വരുന്നിട്ടുള്ളത്. പിന്നെ നോക്കിയാൽ അടുത്തത് നമ്മുടെ AC ഫണ്ടമെൻ്റൽ ആണ് അല്ലേ. AC ഫണ്ടമെൻ്റൽസിൽ എങ്ങനെയാണ്, ജനറേഷൻ ഓഫ് ആൾട്ടർനേഷൻ വോൾട്ടേജ് ആൻഡ് കറൻറ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്, RMS വാല്യൂ, പീക്ക് ഫാക്ടർ, ഫോം ഫാക്ടർ, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ AC ത്രൂ റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റൻസ്, വോൾട്ടേജ്, കറൻറ്റ്, പവർ ഫാക്ടർ ഇൻ പ്യുവർ റെസിസ്റ്റീവ്, അതായത് AC സർക്യൂട്ടിൽ വരുന്നത്, അതായത് ക്വാളിറ്റി ഫാക്ടർ എന്താണ്, റെസണൻസ്, RLC സർക്യൂട്ട്സിൽ വരുന്നത്, പാരലൽ AC സിംഗിൾ ഫേസ് സർക്യൂട്ടിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിനകത്ത് വരുന്നത്. പിന്നെ അടുത്ത നോക്കിയേ, ജനറേഷൻ ഓഫ് പോളിഫേസ് വോൾട്ടേജ് അഡ്വാൻറ്റേജസ്, അതായത് ഫേസ് സീക്വൻസ്, ഇൻ്റർ കണക്ഷൻ ഓഫ് 3 ഫേസ്, സ്റ്റാർ ഡെൽറ്റ, അതുപോലെ ഡെൽറ്റ ടു സ്റ്റാർ, ആ ഒരു റിലേഷൻഷിപ്പുകൾ കാണിക്കുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വരാൻ പറ്റും. അതുപോലെ 3 ഫേസ് സിസ്റ്റം ഇൻ സ്റ്റാർ ആൻഡ് ഡെൽറ്റയിൽ വരുന്നുണ്ട്. പവർ, കറൻറ്റ് എന്താണ്, പവർ ഫാക്ടർ എന്താണ്, 3 ഫേസ് ബാലൻസ്ഡ് സിസ്റ്റം, അതുപോലെ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് സിസ്റ്റം, അതൊക്കെ കുറച്ച് പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ.
ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഡിസൈൻ, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് തിയറി പോർഷൻ ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ എന്തൊക്കെയാണ് വരുന്നത് അതിനകത്ത്. നമ്മുടെ വയറിംഗ് വരും അല്ലേ, ഇലുമിനേഷൻ, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്, പിന്നെ യൂട്ടിലൈസേഷൻ ഓഫ് എനർജി വരുന്നുണ്ട്, ഡിപ്രീസിയേഷൻ ഫാക്ടർ, അതായത് ഇലുമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടേംസ്, അതിൻ്റെ യൂണിറ്റുകൾ, അതുപോലെ ടൈപ്സ് ഓഫ് ലാമ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാമ്പ് എവിടെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് എവിടെയൊക്കെയാണ്, അങ്ങനെയുള്ള അതായത് ഡൊമസ്റ്റിക് വയറിംഗ്, അതായത് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി എന്ന് നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് വയറിംഗ് ആക്സസറി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയറിംഗ് എന്താണ്, അതിൻ്റെ സൈസ്, കണ്ടക്ടർ സൈസ്, അതിൻ്റെ കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമുള്ള ഏരിയ ആണ് കേട്ടോ. പിന്നെ എർത്തിങ് വരുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജിയിൽ വരുന്ന തിയറി പോർഷൻസ് ആണ് ആ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അതായത് IU റൂൾസുകൾ, അതായത് എർത്തിങ് പർപ്പസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ്, അതുപോലെ വയറിംഗ്, കേബിൾസ്, ഇലുമിനേഷൻ, അങ്ങനെയുള്ള എല്ലാ കണ്ടന്റും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രൊട്ടക്റ്റിംഗ് ഡിവൈസസ് ആയിട്ട് വരുന്ന ഫ്യൂസസ്, MCB, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, വീണ്ടും എന്താണ് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട്? ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്, അതായത് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആൻഡ് വെൽഡിംഗ് നമ്മൾ പഠിക്കില്ലേ, ആ ഒരു ഏരിയ ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അതായത് അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെറ്റീരിയൽ, ഡിസൈൻ ഓഫ് ഹീറ്റിംഗ് എലമെൻറ്റ്, റെസിസ്റ്റൻസ് ഓവൻസ്, അതായത് നമ്മുടെ ITI ബേസ്ഡ് ബുക്ക്, നിമിയുടെ ബുക്കിലൊക്കെ ഈ ഒരു കണ്ടന്റ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻഡക്ഷൻ ഹീറ്റിംഗ്, അതിൻ്റെ പ്രിൻസിപ്പിൾ, ഇലക്ട്രിക് വെൽഡിംഗ് ടൈപ്സുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം എന്താണ് തിയറി പോർഷൻസ് ആണ് കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിൽ കവർ ചെയ്ത് പോകുന്നത് കേട്ടോ. പിന്നെ അടുത്തത് നോക്കിയാൽ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ഇൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കൽ ഡ്രൈവ്സും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും ആണ് അതിനകത്ത് കൂടുതലായിട്ടും വന്ന് കാണുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ മോട്ടോഴ്സും ഈ ഒരു സിലബസിൽ വരുന്നുണ്ട്. പിന്നെ നോക്കൂ, അടുത്ത എന്താ വരുന്നത്? നമ്മുടെ മെഷീൻസിൽ DC മെഷീൻസ് ആണ് വരുന്നത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, DC മോട്ടറിൻ്റെ, അതുപോലെ DC മോട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും, EMF, DC ജനറേറ്ററിൻ്റെ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ആർമേച്ചർ റിയാക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്, അതായത് DC മെഷീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു മൊഡ്യൂളിനകത്ത് വന്ന് കാണപ്പെടുന്നുണ്ട്. അടുത്തത് എന്താ വരുന്നത്? റിന്യൂവബിൾ എനർജി സോഴ്സസ്, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, വിൻഡിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, വിൻഡിൻ്റെ എല്ലാ, അതായത് നോക്കിയാൽ വിൻഡ് എനർജി ടർബൈൻ, അതിൻ്റെ കൺവേർഷൻ ഓഫ് വിൻഡ് എനർജി, ഓഷ്യൻ എനർജി വരുന്നുണ്ട്, അതായത് ഫോട്ടോ വോൾട്ടാലിക് എഫക്റ്റ്, അതായത് PV സെൽസ്, നമ്മുടെ സോളാർ സെല്ലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസിലുള്ള വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സെക്ഷനിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ അടുത്തത് നോക്കിയാൽ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മുടെ പവർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ്റെ കേസുകളാണ് ആ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നുണ്ട്. പിന്നെ ചാഗ്, അതിൽ വരുന്ന പവർ ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്, ട്രാൻസ്മിഷൻ ലൈൻ, അതായത് ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊട്ടക്ഷൻ, ചെറിയൊരു ഏരിയ ആയിട്ട് അതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത നോക്കിയാൽ AC മെഷീൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിൽ കൂടുതലായിട്ടും എന്താണ് നമ്മുടെ DC മെഷീൻസ്, അതുപോലെ പവർ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന ഏരിയ വരുന്നുണ്ട്. പിന്നെ AC മെഷീൻസ്, ട്രാൻസ്ഫോമർ, പിന്നെ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകേണ്ടത്. പിന്നെ അടുത്ത എന്താ വരുന്നത്? നമ്മുടെ ഇലക്ട്രോണിക് എഞ്ചിനീയർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഇലക്ട്രിക്കലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു പോസ്റ്റിന് ഇലക്ട്രോണിക്സുകാർക്കും വരും. പാർട്ട് 2 എന്തായിട്ടാണ് വന്നിട്ടുള്ളത്? ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ബേസിക് ഇലക്ട്രോണിക്സും, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതായത് ബേസിക് ഇലക്ട്രോണിക്സിൽ നമ്മുടെ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ നമ്മൾ പഠിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ തന്നെയാണ്. വീണ്ടും നോക്കിയാൽ AC ത്രൂ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, അതിൻ്റെ Q ഫാക്ടർ, കോയിൽ, റെസണൻസ്, നമ്മൾ AC ഫണ്ടമെൻ്റൽ പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു ടോപ്പിക്ക് അതിനകത്ത് കവർ ചെയ്ത് പോകുന്നതാണ്. പിന്നെ സെമി കണ്ടക്ടർ മെറ്റീരിയലും, അതിൻ്റെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഡിവൈസസ്, അതുപോലെ അതിൻ്റെ സർക്യൂട്ട്സ്, അതിനകത്ത് കണ്ടക്ടർ, ഇൻസുലേറ്റർ, വളരെ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെയാണ്, ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മളുടെ നമ്പർ സിസ്റ്റം വരുന്നുണ്ട്, ഓരോ ഗേറ്റുകൾ, AND ഗേറ്റ്, NAND ഗേറ്റ്, NOR ഗേറ്റ്, XORൻ്റെ അതിൻ്റെ ഓപ്പറേഷൻസ്, പിന്നെ ലോജിക്കൽ ഫാമിലി, കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, അതൊക്കെ വരും അതിനകത്ത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും വരുന്നുണ്ട്, AM, FM, PM, റേഡിയോ ട്രാൻസ്മിറ്റർ, മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ചെറിയ കോൺസെപ്റ്റുകളാണ്, എന്നാലും അതിനകത്ത് നമ്മൾ നന്നായി പഠിച്ചു പോകേണ്ടതാണ്. പിന്നെ വരുന്നത് നോക്കിയാൽ നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതായത് പവർ കൺട്രോളിംഗ് ഡിവൈസസ്, കൺവേർട്ടേഴ്സും ഇൻവേർട്ടേഴ്സും, സ്പീഡ്
ബേസിക് കൺട്രോൾ ഓഫ് മെഷീൻ, PLC, വോൾട്ടേജ് റെഗുലേഷൻ, പിന്നെ മൈക്രോ പ്രോസസ്സറും വരുന്നുണ്ട്, അതുപോലെ മൈക്രോ കൺട്രോളറും വരുന്നുണ്ട്. അതിൻ്റെ ആർക്കിടെക്ചർ പഠിക്കണം, ഇൻറപ്റ്റ്, ഓപ്പറേഷൻ, അതുപോലെ പ്രോഗ്രാമിംഗ്. ചിലപ്പോൾ പ്രോഗ്രാമൊക്കെ തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഈ ഒരു ഏരിയയിൽ നിന്ന്. അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കിംഗ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഫങ്ഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോമ്പോണൻസ്, മെമ്മറി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്, അതിൻ്റെ ഫ്ലോ ചാർട്ട്, ഡാറ്റ പ്രോസസ്, പ്രോഗ്രാമിംഗ് മെത്തഡോളജീസ് ഒക്കെ ഈ ഒരു സിലബസ് പ്രകാരം പ്രീവിയസ് ഇയറിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ നന്നായി നോട്ട് ചെയ്ത് പോകണം. കാരണം ഓരോന്നും, അതായത് നമുക്കറിയാം സബ് എഞ്ചിനീയർ പറയുമ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ പഠിച്ചു പോകണം അല്ലേ. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നന്നായി പഠിച്ചു പോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ പോയിന്റും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് എത്ര വേക്കൻസീസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നന്നായി ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാം. സിലബസ് മാറാൻ ചാൻസ് ഉണ്ട്, നമുക്ക് സിലബസ് തന്നെ വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ് ഈ ഒരു അവരുടെ പ്രീവിയസ് ഇയറിൽ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സിലബസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓഗസ്റ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണോ, വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ അതായത് നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ വേറെ എക്സാമുകൾക്ക്, അതായത് ഇപ്പോൾ ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, ലൈൻമാൻ ആയിക്കോട്ടെ, നമ്മളെല്ലാം പഠിക്കുന്നതാണ് അല്ലേ. ഈ ഒരു കണ്ടന്റുകളൊക്കെ അതിനകത്തും വന്ന് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല എല്ലാ എക്സാമുകൾക്കും കൂടി നമ്മൾ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.